എറണാകുളം കളമശ്ശേരിയിൽ വിജയാഘോഷത്തിനിടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ ഏറ്റുമുട്ടി സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. റാഫി കരീം കൊച്ചിയിൽ നിന്ന് വിവരങ്ങളായി ചേരുകയാണ്. റാഫി, ഒരേ മുന്നണിയിൽപ്പെട്ട രണ്ടു പാർട്ടിയിലെ പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടലിൽ കലാശിക്കാനുള്ള സാഹചര്യം എന്തായിരുന്നു? എന്താണ് വിവരങ്ങൾ? എറണാകുളം കളമശ്ശേരിയിലാണ് വിജയാഘോഷത്തിനിടെ കോൺഗ്രസ് ലീഗ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി അപമാനിച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഈ സംഘർഷത്തിൽ കലാശിച്ചതെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. വലിയ രീതിയിലെ സംഘർഷമാണ് ഉണ്ടായത്. റാഫി കരീം വിവരങ്ങളുമായി ചേരുകയാണ്. റാഫി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ ഒരു 12 മണിയോട് കൂടിയായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. വിജയാഘോഷത്തിനിടെയാണ് കോൺഗ്രസ് മുസ്ലിം ലീഗ് പ്രവർത്തകർ തമ്മിൽ കളമശ്ശേരിയിൽ ഏറ്റുമുട്ടിയത്. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്നുള്ളത് 43-ാം ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയായ റിയാസിനെതിരെ ഒരു സ്വതന്ത്രൻ മത്സരിച്ചിരുന്നു. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നം TV ആയിരുന്നു. ഈ വിജയാഘോഷത്തിനിടെ ഈ TV ചിഹ്നത്തിൽ ഉള്ള ഒരു TV എടുത്തുകൊണ്ട് വന്ന ഈ പ്രവർത്തകർ റിയാസിന്റെ കാൽ ആ TV ചിഹ്നത്തിന് മുകളിൽ കയറ്റി വെച്ച് കഴുകി. അതിനുശേഷം ഈ TV പ്രവർത്തകർ അടിച്ചു തകർത്തു. ഇത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ചില കോൺഗ്രസ് പ്രവർത്തകർ ചോദ്യം ചെയ്തു. അതിനിടെയാണ് ലീഗ് പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പരസ്പരം ഏറ്റുമുട്ടിയത്. ഇരുവരും ഈ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തെ അപമാനിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരു തർക്കത്തിനിടെയാണ് വലിയ സംഘർഷം ഉണ്ടായത്. തുടർന്ന് മുതിർന്ന പ്രവർത്തകർ ഇടപെട്ടാണ് രണ്ടു കൂട്ടരെയും അവിടെ നിന്ന് പ്രശ്നം പരിഹരിച്ച് മാറ്റിയത്. ഇന്നലെ ആയിരുന്നു ഈ സംഭവം ഉണ്ടാകുന്നത്. റിയാസ് വലിയ വിജയമാണ് ഇന്നലെ അവിടെ നേടിയ 43-ാം ഡിവിഷനിൽ. റിയാസിനെതിരെയാണ് ഒരു കോൺഗ്രസ് പ്രവർത്തകൻ തന്നെയായ മറ്റൊരാള് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ചത്. ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഈ പ്രശാന്ത് എന്ന വ്യക്തിയെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം ഒരു ഘട്ടത്തിൽ നടത്തിയിരുന്നു. എന്നാൽ അതിനൊന്നും വഴങ്ങാതെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ റിയാസിനെതിരെ കോൺഗ്രസ് പ്രവർത്തകനായ പ്രശാന്ത് മത്സരിക്കുകയായിരുന്നു. ഇതോടുകൂടി ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ വിജയാഘോഷത്തിനിടെ ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ ചിഹ്നം അത് വലിയ തോതിൽ അപമാനിക്കപ്പെട്ടു. റിയാസിന്റെ കാല് ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി ചിഹ്നമായ TVക്ക് മുകളിൽ കയറ്റിവെച്ച് ആ കാല് കഴുകുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. ഇതിനുശേഷം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥി അടക്കം ആക്ഷേപിക്കുന്ന രീതിയിൽ വലിയ മുദ്രാവാക്യങ്ങൾ ഈ മുസ്ലിം ലീഗ് പ്രവർത്തകർ അടക്കം വിളിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. അതിനുശേഷം ഈ ചിഹ്നം അടിച്ചു തകർക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് അവിടെ ഉണ്ടായിരുന്ന ഈ കോൺഗ്രസിന്റെ മുതിർന്ന പ്രവർത്തകർ ഇടപെട്ടത്. പിന്നീട് വലിയ സംഘർഷത്തിൽ കാഴ്ചയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തായാലും കേസ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. റാഫി കരീമാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.